കേരളത്തിൽ LDFും UDFും ഒരുപോലെ ഭയപ്പെടുകയാണ് BJPയെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇരു മുന്നണികളുടെയും നെഞ്ചിടിപ്പേറ്റുന്നതും. കേരളവും പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലേക്ക് BJPയും എത്തിയിട്ടുണ്ട്. LDFിൻ്റെയും UDFിൻ്റെയും പ്രധാന തർക്ക വിഷയങ്ങളിലൊന്ന് BJPയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ് BJP നേതാക്കൾ. കേരളം പിടിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളുമായാണ് BJP മുന്നോട്ടു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ സംഘടനാ സംവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. ജില്ലാ ഘടകങ്ങൾ രണ്ടായി വിഭജിച്ചു. കണ്ണൂരിൽ 2 ജില്ലാ ഘടകങ്ങൾ നിലവിൽ വന്നു. കണ്ണൂർ നോർത്തും കണ്ണൂർ സൗത്തും. കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയെ മാതൃകാ അധ്യാപകനായ KK വിനോദ് കുമാറാണ് നയിക്കുന്നത്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ശ്രദ്ധിച്ചത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് പ്രവർത്തകരെ, ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുതന്നെയാണ് KK വിനോദ് കുമാർ എന്ന നേതാവിലേക്ക് BJP എത്തിയിട്ടുണ്ടാവുക. എല്ലാവരോടും സൗഹാർദ്ദത്തോടും കൂടി മാത്രം പെരുമാറുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റേത്. അത് മുതൽക്കൂട്ടായാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. BJP പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ? BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത് ഇതാണ്. നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് BJPയുടെ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം KK വിനോദ് കുമാർ. ഇപ്പോൾ 2 ജില്ലാ ഘടകങ്ങൾ നിലവിൽ വന്നു. ചുമതല ഏറ്റെടുത്ത് ഏതാണ്ട് 1 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ മാറ്റം ഏത് രീതിയിലാണ്? ഗുണമാണോ ദോഷമാണോ? BJPക്ക് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറെ ആത്മവിശ്വാസം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അത്തരം പ്രവർത്തനങ്ങളാണ് പാർട്ടി പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞകാല പ്രവർത്തകന്മാർ ഈ പാർട്ടിയെ ഇന്ന് കാണുന്ന ഒരു പാർട്ടിയായി, ഇന്നത്തെ അവസ്ഥയിൽ കാണുന്ന ഒരു പാർട്ടിയാക്കി മാറ്റിയത് നമ്മുടെ പൂർവ്വകാല പ്രവർത്തകന്മാരാണ്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ പ്രസ്ഥാനത്തെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ശക്തമായ വേര് ഇറക്കിയ കുറേ പ്രവർത്തകന്മാരുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബലിദാനികളാകപ്പെട്ടവരുണ്ട്. നിരവധി പ്രവർത്തകന്മാർ അക്രമത്തിനിരയായിട്ടുണ്ട്. ഇന്നും പരസഹായമില്ലാതെ കഴിയാൻ പറ്റാതിരിക്കുന്ന ആളുകളുമുണ്ട്. ഈ ആളുകളൊക്കെ ഇത്തരം ഒരു പ്രത്യേക ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന് കാരണം ഈ പ്രസ്ഥാനത്തെ ഈ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPMന് ഏറെ ആധിപത്യമുള്ള ജില്ലയാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് മിഡ്നാപ്പൂറിനേക്കാൾ കഴിഞ്ഞാൽ 2ാമത്തെ ജില്ലയാണ് CPMൻ്റെ ഓൾ ഇന്ത്യ തലത്തിൽ കണ്ണൂർ ജില്ല. പാർട്ടി ഗ്രാമത്തിൽ CPMൻ്റെ കൊടിയല്ലാതെ മറ്റു കൊടികൾ പോലും ഉയരാൻ അനുവദിക്കില്ല. എന്തിനു പറഞ്ഞു, CPIയുടെ കൊടി പോലും ഉയരാൻ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ അനുവദിക്കാറില്ല. അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ഭീഷണികളെയും നേരിട്ട് അതിജീവിച്ച ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. അങ്ങനെ അതിജീവിക്കുന്നതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബലിദാനികളാകപ്പെട്ടവർ, അക്രമത്തിനിരയായവർ, ഇന്നും പരസഹായമില്ലാതെ കഴിയാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ. ഈ ആളുകൾ പുറമേ നിരവധി മറ്റ് പ്രവർത്തകന്മാരുണ്ട്, പഴയകാല പ്രവർത്തകന്മാർ. ആ എല്ലാ പ്രവർത്തകന്മാരും ഇപ്പോൾ പ്രവർത്തന രംഗത്തില്ല. അതിന് പലവിധ കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ അവർ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ തൊഴിൽപരമായ കാരണങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടാവാം, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാവാം. അങ്ങനെ നിരവധി ആളുകളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പോരാടിയ ആളുകൾ ഇന്ന് അവശത അനുഭവിക്കുന്ന ആളുകളാണിന്ന്. അന്ന് പോലീസിൻ്റെ മർദ്ദനമുറിയൊക്കെ
സധൈര്യം നേരിട്ട് അതിനോട് വിട്ടുവീഴ്ച ചെയ്യാതെ പോരാടിയ ആളുകളാണ് ജനസംഘത്തിൻ്റെ പ്രവർത്തകന്മാർ. ആ ആളുകളൊക്കെ ഇന്നും പല ആളുകളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇത്തരം ആളുകളുമായി സംവദിക്കുമ്പോൾ, അവരുമായി ഒന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, പ്രചോദനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രവർത്തന രംഗത്തേക്ക് പഴയകാല ആളുകൾ പോലും പ്രവർത്തന രംഗത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് മുമ്പേ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലായാലും, രാഷ്ട്രീയ രംഗത്ത് യുവമോർച്ചയിൽ വന്ന കാലഘട്ടത്തിലായാലും, ആ കാലത്തുള്ള ആളുകൾ പോലും ഇന്ന് പ്രവർത്തന രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് എൻ്റെ വരാൻ പോകുന്ന നാളുകളിലേക്കുള്ള പ്രവർത്തനത്തിന് വലിയൊരു ആത്മവിശ്വാസം, പ്രചോദനവും കിട്ടുന്നതാണ്. ഈ രണ്ട് കമ്മിറ്റികളായി വരുമ്പോൾ ഇപ്പോൾ തലശ്ശേരി ഒരു മേഖല, കണ്ണൂർ മറ്റൊരു മേഖല, ഇങ്ങനെ പ്രവർത്തനങ്ങൾ വിഭജിക്കുന്നത് കൊണ്ട് പ്രവർത്തകരുമായി കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ഇടപെട്ട് കഴിയുക എന്നുള്ള രീതിയിലാണോ? ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു ഈ വിഭജനത്തിൻ്റെ? അതായത് പലപ്പോഴും നേതാക്കന്മാർക്ക് ചിലപ്പോൾ ബൂത്തുകളിൽ വേണ്ട വിധത്തിൽ എത്താൻ കഴിയില്ല. ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന സംവിധാനം BJPയെ സംബന്ധിച്ചിടത്തോളം ബൂത്ത് കമ്മിറ്റിയാണ്. ആ ബൂത്ത് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകന്മാർ, അത് ബൂത്ത് കമ്മിറ്റി പ്രസിഡൻ്റ് ആവാം, സെക്രട്ടറി ആവാം, മറ്റ് ഭാരവാഹികളാവാം, പ്രവർത്തനമില്ലാതെ മറ്റുള്ള ആളുകളാവാം. ഈ ആളുകളുമായി ദൈനംദിന സമ്പർക്കം പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത്തരം പലപ്പോഴും ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ജില്ലാ തലത്തിൽ വരുമ്പോൾ 1800ഓളം ബൂത്തുകളുള്ള ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിൽ 1850ഓളം ബൂത്തുകളുടെ സമയത്ത് സ്വാഭാവികമായും എത്തിപ്പെടാൻ കഴിയില്ല ഈ എല്ലാ സ്ഥലങ്ങളിലും. ഗ്രാസ് റൂട്ട് ലെവലിൽ BJPയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. BJPക്ക് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അനുകൂലമായൊരു മാറ്റമുണ്ട്. അത് വിപ്ലവകരമായ മാറ്റമാണ്. മറ്റുള്ള പാർട്ടികളെ പോലും അത്ഭുതപ്പെടുന്ന മാറ്റങ്ങളാണ്. പക്ഷേ ആ മാറ്റങ്ങൾ ദേശീയ തലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൻ കഴിഞ്ഞു? നിങ്ങളിപ്പം കേരളത്തിൽ ഇപ്പോഴും മാത്രമേ ഈ ജില്ല വിഭജിച്ച് ഇങ്ങനെ വന്നുള്ളൂ. സംസ്ഥാനത്തിന് വെളിയിൽ രാജ്യത്തിൻ്റെ മറ്റ് പല സംസ്ഥാനങ്ങളും നേരത്തെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ചില ജില്ലകൾ 2-3 ജില്ലകളാക്കി മാറ്റിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ പോലും പാർട്ടി ദൃഷ്ടിയിൽ 2-3 സംസ്ഥാന കമ്മിറ്റികളായി വന്നിട്ടുണ്ട്. അതിന് കാരണം പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റവും അടിത്തട്ടിലെത്തണം എന്നുള്ളതുകൊണ്ടാണ്. ആ പരീക്ഷണത്തിൻ്റെ വിജയം കൊണ്ട് തന്നെയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഇന്ന് BJP ഭരിക്കുന്ന തലത്തിലേക്ക് മാറിയത്. ഇന്ത്യ രാജ്യം ഇന്ന് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനും കാരണം ഇതൊക്കെ കൊണ്ടാണ്. കേരളത്തിൽ ഇപ്പോഴും വന്നു. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും മാത്രമല്ല, കഴിഞ്ഞ 3 വർഷം മുമ്പ് കേരളത്തിൽ അതിൻ്റെ തുടക്കം കുറിച്ചു. നിയോജക മണ്ഡലം കമ്മിറ്റികളെ 2ആയി വിഭജിച്ചു. മണ്ഡലം കമ്മിറ്റി, സംഘടനാ മണ്ഡലം കമ്മിറ്റികളാക്കി. സംഘടനാ മണ്ഡലം കമ്മിറ്റി ആണ് നമുക്ക് കഴിഞ്ഞ 3 വർഷമായി നിയോജക മണ്ഡലം കമ്മിറ്റിയെ വിഭജിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ജില്ലയെ വിഭജിക്കുന്നു. അപ്പോൾ ഏറ്റവും അടിത്തട്ടിൽ വരെ പ്രവർത്തകന്മാരുമായി നേരിട്ട് സംവദിക്കാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു നേതൃനിര അത് ജില്ലാ രംഗത്തുണ്ടാവണം. ജില്ലാ തല നേതാക്കന്മാർക്ക് കഴിയണം. അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJP ഇന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു BJPയെ. CPM പോലും ഭയപ്പെടുന്നു. CPMൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞാൽ എന്താ? കണ്ണൂർ ജില്ലയിൽ അടക്കമുള്ള BJPക്ക് അനുകൂലമായ വോട്ട്, CPMൻ്റേത് വോട്ട്, ഒരു കാലത്ത് പറഞ്ഞത് CPMൻ്റെ ഒരു വോട്ട് പോലും BJPക്ക് ഒരു കാലത്തും കിട്ടൂല എന്ന് പറഞ്ഞിരുന്നു. വലിയ വെല്ലുവിളിയൊക്കെ CPM നേതാക്കന്മാർ നടത്തിയിരുന്നു. ഇന്ന് CPM കോട്ടകളിലാണ് ചോർച്ച വന്നിരിക്കുന്നത്. CPM കോട്ടകളിൽ നിന്ന് BJPക്ക് അനുകൂലമായ വോട്ടുകൾ വരുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് CPMൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലൊക്കെ നേതാക്കന്മാർ അവരുടെ പ്രമേയങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ സാധിച്ചത്. ഇത് നമുക്ക് കേരളത്തിൽ വ്യാപകമായ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടുണ്ട്. പക്ഷേ ആ മാറ്റം ത്വരിതഗതിയിലാവണം. കാരണം എന്തുകൊണ്ട് ത്വരിതഗതിയിലാവണമെന്ന് വിചാരിച്ചാൽ, കേരളം ഇന്ന് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുൾമുനയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അത്രമാത്രം തീവ്രവാദ പ്രവർത്തനം ഈ സംസ്ഥാനത്ത് ശക്തമാണ്. മദ്യമാഫിയകളുടെ പ്രവർത്തനം ഈ സംസ്ഥാനത്ത് അത്രമാത്രം ശക്തമാണ്. സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ പ്രവർത്തനം ഈ സംസ്ഥാനത്ത് അത്രമാത്രം ശക്തമാണ്. ലഹരി വിപണനം ഈ കേരളത്തിൽ ശക്തമാണ്. ഇത്തരം ആളുകൾക്കൊക്കെ എതിരായി നടപടി സ്വീകരിക്കാൻ ഉത്തരവാദപ്പെട്ട ഭരണകൂടം ഈ ആളുകൾക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇന്ന് ചെറിയ കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെടുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടാകുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഭരണകൂടങ്ങൾ ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ ഈ കേരളത്തിൽ
സാക്ഷരതക്കാരുടെ മുമ്പിലുള്ള സംസ്ഥാനം, ആരോഗ്യരംഗത്ത് എല്ലാം, വൃത്തിയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും വളരെ മുൻപന്തിയിലുള്ള ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് ഭരണകൂടം ഇത്തരം ഛിദ്രശക്തികൾക്ക്, സാമൂഹ്യദ്രോഹികൾക്ക്, രാഷ്ട്രദ്രോഹികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അവർക്ക് സംരക്ഷണം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഭീഷണിയാണ് നാം കാണേണ്ടത്. ജനങ്ങൾ ചിന്തിക്കുകയാണ്. കേരളത്തിൽ കാലാകാലം CPM-നും കോൺഗ്രസിനും അവർ നേതൃത്വം നൽകുന്ന മുന്നണിക്കും അനുകൂലമായി ചിന്തിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു മൂന്നാം ശക്തി വരണം എന്ന് BJP KG മാരാരുടെ കാലത്ത് ആവശ്യപ്പെട്ടിരുന്ന ആ കാര്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ത്വരിതഗതിയിലാവണം, അത് സഫലീകരിക്കേണ്ടത് ത്വരിതഗതിയിലായിരിക്കണം എന്നുള്ള ഒരു ചിന്ത BJP-ക്കകത്തുണ്ട്. അത്തരം മാറ്റങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? നേതാക്കൾക്ക്, പ്രവർത്തകർക്കൊക്കെ ഒരു ആത്മവിശ്വാസം കേരളവും പിടിക്കാൻ കഴിയും? തീർച്ചയായും കേരളവും പാകമായി കൊണ്ടിരിക്കുന്നു BJP-ക്ക്. അത്തരം ഒരു വലിയ മാറ്റം കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും മോഡിയെ അംഗീകരിക്കാതെ ഏത് കേരളീയനാണ് ഉള്ളത്? മോഡിയെ BJP-യെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുണ്ടാവാമെങ്കിലും മോഡിയെ അനുകൂലിക്കാതെ CPM-ൻ്റെ ഏത് നേതാക്കന്മാരുള്ളത്? കോൺഗ്രസിൻ്റെ ഏത് നേതാക്കന്മാരുള്ളത്? ലീഗിൻ്റെ ഏത്? നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മോഡിയെ അനുകൂലിക്കുന്നവരാണ്, അവർക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആളാണ്. ആ ഒരു മാറ്റം ഇന്ന് മോഡിക്ക് അനുകൂലമാണെങ്കിൽ നാളെ അത് BJP-ക്ക് അനുകൂലമാണ്. മോഡി എന്ന് പറഞ്ഞാൽ BJP കൊണ്ടുവന്ന നേതാവാണല്ലോ. ആ മോഡിക്ക് അനുകൂലമായ മാറ്റം എന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം അദ്ദേഹം അഴിമതിക്കാരനല്ല, അദ്ദേഹം ഉറക്കം പോലും പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ സമസ്ത മേഖലയിലും ഈ നാടിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നു. ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടേത്. വൈദേശിക ശക്തികളിൽ നിന്നും ഒരുപക്ഷെ പലപ്പോഴും അക്രമം നേരിട്ട ഈ ഭാരതത്തെ ചോദ്യം ചെയ്യാൻ പോലും ആളില്ലാത്തൊരു സാഹചര്യത്തിൽ അതിനെ ശക്തമായി എതിരിടാനുള്ള കഴിവുള്ള ഒരു രാജ്യമായി ഭാരതത്തെ മാറ്റിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാവുന്ന ഒരു രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. ഇതിനൊക്കെ കാരണം മറ്റൊന്ന്, കേന്ദ്ര മന്ത്രിസഭയിൽ ആരാ അഴിമതിയുള്ളത്? ഒരാളെക്കുറിച്ചും ഒരാൾക്കും അഴിമതി ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ലല്ലോ. നരേന്ദ്രമോദിക്കെതിരായും BJP-ക്കെതിരായും കേന്ദ്ര സർക്കാരിനെതിരായും രാപ്പകലില്ലാതെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇന്ന് വരെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ പോലും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ശക്തമായൊരു ഭരണം, സംശുദ്ധമായ ഭരണം ഈ നാടിന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ ജനങ്ങൾ അംഗീകരിക്കുന്നു. തീർച്ചയായും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഈ BJP ഈ കേരളത്തിലും വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ശക്തമായൊരു സംഘടനാ സംവിധാനം തന്നെ നമുക്കിന്ന് കേരളത്തിലുണ്ട്. പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പുതിയ ബൂത്ത് കമ്മിറ്റി വന്നു, പുതിയ മണ്ഡലം കമ്മിറ്റി വന്നു, പുതിയ ജില്ലാ കമ്മിറ്റി വന്നു, സംസ്ഥാന ഘടകം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം വരും. ഇപ്പോൾ നമ്മുടെ സംഘടനാ രീതിക്കനുസരിച്ച് പഞ്ചായത്ത് സമിതികൾ, ഏരിയ സമിതികൾ പുതുതായി രൂപം കൊള്ളാൻ പോവുകയാണ്. ഇതൊക്കെ വരുമ്പോൾ 8 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ തിളക്കമാർന്ന വിജയത്തിലേക്ക് BJP-ക്ക് കുതിച്ചുചാടാൻ കഴിയും. അത്തരമൊരു സംഘടനാ സംവിധാനം, സംഘടനാ സെറ്റപ്പ് കേരളത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ BJP-യുടെ ഈ വളർച്ച, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലടക്കം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുമൊക്കെ വരുമ്പോൾ BJP-യുടെ വോട്ട് ചോരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പണ്ടേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, CPM-നെ തോൽപ്പിക്കാൻ BJP വോട്ട് മറിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. സ്വാഭാവികമായും ആ ഘട്ടം മുതൽ, പണ്ട് മുതൽ തന്നെ നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ വോട്ട് ശതമാനം ഇതാകുമായിരുന്നില്ല എന്ന് നിങ്ങളുടെ തന്നെ പല നേതാക്കളും ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ആ നിരീക്ഷണം ശരിയല്ലേ? BJP-യുടെ വോട്ടുകൾ കാലാകാലം BJP-ക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, അത് കിട്ടിക്കൊണ്ടിരിക്കും. BJP-യുടെ സ്ഥായിയായ വോട്ട് എന്ന് പറയുന്നത് BJP പ്രവർത്തകന്മാരുടെ വോട്ട്, BJP അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ട്, മെമ്പർഷിപ്പ് ഉള്ളവരുടെ വോട്ട്, ഇത് BJP-ക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു ചോർച്ചയും സംഭവിക്കുന്നില്ല. ചില
തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുണ്ടാകുന്ന ചില രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയിട്ട് ചില ആളുകൾ വോട്ട് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ നമ്പർ 1 പ്രതീക്ഷിക്കുന്നത് BJP ആണ്. അപ്പോൾ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതൃനിരയാണ് ജനങ്ങൾ. സ്വാഭാവികമായും BJP തന്നെ അധികാരത്തിൽ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് അത്തരമൊരു കേരളത്തിൽ 20% വോട്ട് BJPക്ക് ഉണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമുക്ക് 1,20,000 വോട്ടാണ് കിട്ടിയത്. കണ്ണൂർ ജില്ലയിൽ 2 ലക്ഷത്തിന് മേലാണ് നമ്മുടെ വോട്ട്. അപ്പോൾ അത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താങ്കൾ നേരത്തെ വ്യംഗ്യാർത്ഥമായി സൂചിപ്പിച്ചതുപോലെ, അതായത് BJPക്ക് അധികാരത്തിൽ സംസ്ഥാനത്ത് വരാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലിൻ്റെ ഭാഗമായി അത്തരം ചില വോട്ടുകൾ, ഞാനത് സൂചിപ്പിച്ച രാഷ്ട്രീയ കാലാവസ്ഥക്കനുസൃതമായ ചില വോട്ടുകൾ ചിലപ്പോൾ അത് BJPക്ക് കിട്ടുന്നുണ്ടായില്ലായിരിക്കാം. പക്ഷേ അത് BJPയുടെയോ BJP അംഗങ്ങളോ അല്ലെങ്കിൽ BJP അനുഭാവികളോ ആയിട്ടുള്ളവരല്ല, BJPയെ സ്നേഹിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ് വിരോധം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കോ മാർക്സിസ്റ്റ് വിരോധം കൊണ്ട് കോൺഗ്രസിനോ വോട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. ആ ആളുകൾ BJP വരണം, സംസ്ഥാനത്ത് ചിലപ്പോൾ BJP വരില്ല എന്ന തോന്നലിൻ്റെ ഭാഗമായി ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലായാലും BJPക്ക് ഒരിക്കൽ പോലും വോട്ട് ചോർച്ച ഉണ്ടാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില ആളുകളുടെ, അതായത് ചില ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ചില വോട്ട് നമുക്ക് BJP സന്ദർഭങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ കിട്ടുന്നില്ലായിരിക്കാം എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ ഒരു കാലത്തും BJPക്ക് എങ്ങനെ വോട്ട് മറിക്കാൻ കഴിയും? ആർക്കാണ് BJP വോട്ട് മറിച്ച് കൊടുക്കേണ്ടത്? കോൺഗ്രസിനോ? ഈ രാഷ്ട്രത്തെ തകർത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ട് പോകുമ്പോൾ 3000 കോടി രൂപ ഇന്ത്യയുടെ ഖജനാവിൽ നിക്ഷേപിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. ആ സാഹചര്യത്തിൽ ഇന്ന് 60 വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണം നമ്മുടെ രാജ്യത്തെ എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചു? സാമ്പത്തികപരമായി തകർത്ത് തരിപ്പണമാക്കി. കാർഷിക മേഖലയെ തകർത്തു, വ്യാവസായിക മേഖലയെ തകർത്തു, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർത്തു. 2 പ്രധാനമന്ത്രിമാരുടെ, കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരാണ് ജീവൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. തീവ്രവാദ പ്രവർത്തനം ഈ രാജ്യത്ത് എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവല്ലേ? ആഗസ്റ്റ് 15-നായാലും ജനുവരി 26-നായാലും നമ്മുടെ ദേശീയ പതാക ഉയരുന്നതിന് മുമ്പേ പാകിസ്ഥാൻ്റെ ദേശീയ പതാക രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുയരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ സമസ്ത മേഖലയിലും രാജ്യത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും കാശില്ലാതെ വന്നപ്പോൾ രാഷ്ട്രത്തിൻ്റെ സ്വർണ്ണ സമ്പത്ത് IMFനും ലോകബാങ്കിനും പണയം വെച്ചിട്ടാണ് കാശ് കണ്ടെത്തിയത്. ഈ നാടിനെ തകർത്ത് തരിപ്പണമാക്കിയ കോൺഗ്രസ്, ആ കോൺഗ്രസ്സിന് എങ്ങനെ ഒരു BJPക്കാരന് വോട്ട് ചെയ്യാൻ കഴിയും? ഒരു രാഷ്ട്ര സ്നേഹിക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും? ഒരു ദേശീയവാദിക്ക് എങ്ങനെ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യാൻ കഴിയും? കോൺഗ്രസിന് ചില നേതാക്കന്മാർ പാകിസ്ഥാൻ അനുകൂലമായി പ്രസംഗിക്കുന്നു, ചൈനയ്ക്ക് അനുകൂലമായി ചില കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നു. ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഒരു ഇറ്റാലിയൻ കോൺഗ്രസ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു കോൺഗ്രസിന് ഇന്നത്തെ നേതാക്കന്മാർ. ഇറ്റാലിയൻ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പകരം ഇറ്റാലിയൻ കോൺഗ്രസ് ആവാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസിനെ, ഈ നാടിനെ അത്രമാത്രം തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച കോൺഗ്രസിനെ, മാധ്യമപ്രവർത്തനം പോലും അസാധ്യമായിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്. ഓർമ്മയില്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, മാധ്യമപ്രവർത്തനം പോലും അസാധ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു വികൃതമായൊരു സാഹചര്യം ഉണ്ടാക്കിയ കോൺഗ്രസ്സിന് എങ്ങനെ ഒരു ദേശീയവാദിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും? കഴിയില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് BJPയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം യാഥാർത്ഥ്യമാവാൻ ആഗ്രഹിക്കുന്ന ഒരു BJPക്കാരനും ഒരു ദേശീയവാദിക്കും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കാണോ പിന്നെ വോട്ട് ചെയ്യാൻ കഴിയുക? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടായതാണോ? ഇന്ത്യയിൽ ഉണ്ടായതല്ലല്ലോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലുണ്ടായതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിലുണ്ടായതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലുണ്ടായതാണ്. എന്നാൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ഇന്ത്യയിലല്ല, താഷ്കൻഡിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. വൈദേശിക ആശയം വെച്ച് പുറത്തുനിന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഈ നാടിൻ്റെ സംസ്കാരത്തിന് ഒരിക്കലും എഴുകിച്ചേരാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ നാടിൻ്റെ, ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രമല്ല, 17 രാജ്യങ്ങൾ ചേർന്ന ഒരു മൾട്ടിനാഷണൽ സ്റ്റേറ്റ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച പ്രമേയം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമല്ല, ഒരു രാഷ്ട്രമല്ല, അത് 17 രാജ്യങ്ങൾ ചേർന്ന ഒരു മൾട്ടിനാഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഈ നാടിനെ ഒരു രാഷ്ട്രമായി കാണാൻ മനസ്സില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ഒരു BJPക്കാരൻ ഒരു ദേശീയവാദിക്ക് വോട്ട് ചെയ്യാൻ കഴിയും? കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും BJPയെ സ്നേഹിക്കുന്ന ഒരാളും കോൺഗ്രസ്സിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഈ നാടിനെ തകർക്കുന്ന ഈ ശക്തികൾക്കെതിരായ ഒരു പോരാട്ടം BJP ശക്തമായി മുന്നോട്ട് തന്നെ കൊണ്ടുപോയിരിക്കുന്നു. ആ മുന്നോട്ട് പോലുള്ള പ്രയാണത്തിൽ
ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിച്ച ആളുകൾ, ഇതുവരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇന്ന് BJPയുടെ പാളയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സംഗതി. ഈ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോൺഗ്രസ് മുക്ത ഭാരതം, ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പുതിയൊരു ആരോപണം വരികയാണ്. കോൺഗ്രസ് ആണ്, ഇതുവരെ CPM ആണ് കോൺഗ്രസും BJPയും തമ്മിൽ ബന്ധം, കോലീബി സഖ്യം എന്നൊക്കെ CPM നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആ ചിത്രം മാറി കോൺഗ്രസ് ആണ് പറയുന്നത് CPMഉം BJPയും തമ്മിൽ വലിയ ബന്ധം, CJP തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ്. നിങ്ങളും CPMഉം തമ്മിലുള്ള ആ വൈര്യമൊക്കെ ഇപ്പോൾ അലിഞ്ഞ് ഇല്ലാതായി, നിങ്ങൾ തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് ഇപ്പോൾ എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നത് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നിങ്ങളുടെ മുദ്രാവാക്യത്തിൽ നിന്നുകൂടിയാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ കാലാകാലം പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിൽ ധാരണ. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇതൊക്കെ വരിക. കോൺഗ്രസ്സുകാർ പറയുന്നു BJPയും മാർക്സിസ്റ്റുകാരും തമ്മിൽ ധാരണ. അതും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്നു. BJPക്കെതിരെ എന്നും ആരോപണം ഉന്നയിച്ചാൽ ഒരു സംഘടിത വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടും എന്ന് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിചാരിക്കുന്നു. അപ്പോൾ BJPയെ എന്നും ചീത്ത വിളിക്കുന്ന ഒരു പാർട്ടിയാണോ ആരാണോ അവർക്ക് ഒരു സംഘടിത മതവോട്ട് ബാങ്കിൻ്റെ വോട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്, കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും അവരിങ്ങനെ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ഉള്ള കാലത്തോളം ഈ പ്രചരണം നടത്തും. കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയാണെന്ന്. കോൺഗ്രസിനും ഇതാവശ്യമാണ്. അപ്പോൾ ഇത് അവരുടെ ഒരു രാഷ്ട്രീയത്തിലെ ഒരു വില കുറഞ്ഞ അഭിപ്രായമായി നാം ഇതിനെ കാണുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉള്ള ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം കാലാകാലം ഉന്നയിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് എത്ര കാലം ഒരു ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും? ജനങ്ങൾ ചിന്തിക്കില്ലേ ഇത് ആരാണ് യഥാർത്ഥത്തിൽ സഖ്യം അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ധാരണ എന്ന് ജനങ്ങൾക്കറിയാലോ. തെരഞ്ഞെടുപ്പിൽ നമുക്ക് അവലോകനം ചെയ്യാലോ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും INDIA എന്ന് പറയുന്ന സഖ്യത്തിൻ്റെ ഘടകകക്ഷികളല്ലേ. ആ ആളുകളാണ് ഇപ്പം BJPയുമായി ചേർത്തിന് പരസ്പരം ആരോപണം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ പോലും പരസ്യമായി തന്നെ സഖ്യമുണ്ടാക്കി ജനങ്ങളോട്, ഇന്ത്യ രാജ്യത്ത് ജനങ്ങളോട് വോട്ട് ചോദിച്ചു. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു, മാർക്സിസ്റ്റ് പാർട്ടി സഖ്യകക്ഷിയായി കോൺഗ്രസ് പ്രവർത്തിച്ചു. ഈ ബംഗാളിലാവട്ടെ, ത്രിപുരയിലാവട്ടെ, ഈ കേരളത്തിന് വെളിയിലുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ് സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ ആളുകൾ കേരളത്തിലും BJP ജയിക്കുന്ന ചില മണ്ഡലങ്ങളിൽ, കേരളത്തിലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയസാധ്യത ഉണ്ടാകുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ധാരണയുണ്ടായി. പല മണ്ഡലങ്ങളിലും, മഞ്ചേശ്വരം, തിരുവനന്തപുരത്ത്, അങ്ങനെ പല മണ്ഡലങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ ധാരണ ഉണ്ടാക്കി BJPയെ തോൽപ്പിക്കാൻ. അങ്ങനെ രഹസ്യമായും പരസ്യമായും സഖ്യമുണ്ടാക്കുന്ന, ധാരണയുണ്ടാക്കുന്ന, ഒന്നിച്ച് പ്രവർത്തിക്കുന്ന, ഒരു പായയിൽ കിടന്നുറങ്ങുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവരുടെ നേതാക്കന്മാരും BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ കള്ളത്തരങ്ങൾ, അവരുടെ വ്യഭിചാരങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നുള്ള ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ടാണ് BJPക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. നമ്മൾ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും നിങ്ങളുടെ വോട്ടിംഗ് ഈ 20% പാർലമെൻറ്റിൽ കിട്ടിയ ആ വോട്ടിംഗ് ശതമാനം നിലനിർത്താൻ കഴിയുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 8 മാസത്തിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തിന് കഴിയുമ്പോഴേക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വിജയം, ശക്തമായ മുന്നേറ്റം മാത്രമല്ല വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമുക്ക് നിലവിൽ കണ്ണൂർ ജില്ലയിൽ 46 ജനപ്രതിനിധികൾ മാത്രമേ നമുക്കുള്ളൂ. ആ 46 എന്നത് അതൊരു 200ലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതാണ് ലക്ഷ്യം. ഒരു 200 മെമ്പർമാർ BJPക്ക് 150, 200 അതിന് മേലെയും വരുന്ന ഒരു സംഖ്യ ഉള്ള ജനപ്രതിനിധികൾ BJPക്ക് ഉണ്ടായാൽ കണ്ണൂർ ജില്ല 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ചില അസംബ്ലി മണ്ഡലങ്ങളിലും BJP ജയിക്കും. അതിനനുസൃതമായ മാറ്റമുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, CPMൻ്റെ സമ്മേളനങ്ങളിൽ, കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ അവർ രഹസ്യമായി ചർച്ച ചെയ്യുന്ന വിഷയം BJPക്ക് ആണ് വളരുന്നത്, CPM വളരുന്നില്ല.
കോൺഗ്രസ് വളരുന്നില്ല, BJP വളർന്നുകൊണ്ടിരിക്കുന്നു. 6 മാസത്തിനിടയിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇതിലേക്കാണ് പോകുന്നത്. ഉറപ്പായും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വളരെ നിർണായകമാണ്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ചർച്ചകൾ പോയിട്ടുണ്ടോ? നിങ്ങളൊരു മുന്നൊരുക്കം തുടങ്ങിയോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയുള്ള? നമ്മുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരണത്തോടു കൂടി ആ തലത്തിലേക്ക് നീങ്ങും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കുണ്ടാവാൻ നമ്മൾ ലക്ഷ്യം വെക്കുന്ന വിജയത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളോടും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാനത്തെ ഭരണകൂടം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോഴ് കൊണ്ടുവന്നൊരു നിയമം, 70 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതി. APL BPL വ്യത്യാസമൊന്നുമില്ലാതെ 70 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കും. രാജ്യത്തെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും അത് നടപ്പിലാക്കി തുടങ്ങി. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ് നടപ്പിലാക്കാത്തത്. ഒന്ന് ബംഗാളും മറ്റൊന്ന് കേരളവും. എത്ര മാസങ്ങളായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ട്? 70 വയസ്സ് തികഞ്ഞ ആളുകൾ BJPക്കാർ മാത്രമല്ലല്ലോ, കോൺഗ്രസ്സുകാരില്ലേ, മാർക്സിസ്റ്റുകാരില്ലേ, രാഷ്ട്രീയമുള്ളവരുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്. ഈ ആളുകൾക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരു പദ്ധതി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയപ്പോൾ അത് ഇവിടെ കിട്ടുന്നില്ല. മറ്റൊന്ന് ആയുഷ്മാൻ പദ്ധതി. അത് BPL വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം കിടക്കുന്ന ആളുകൾക്ക്, ഒരു കുടുംബത്തിലെ ആളുകൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയാണ്. അതും കേരളത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല. നമ്മുടെ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുവോ അതിനൊക്കെ ഒരു ഇടങ്കോലിടുന്ന, ഒരു ത്വരപ്പൻ രാഷ്ട്രീയം സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ജനങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടേണ്ടതില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി രാജ്യം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ വിവിധ തലങ്ങളിലുള്ള എല്ലാ മേഖലകളിലേക്കും എങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ഒരു വിദ്യാഭ്യാസം ആർജിക്കാൻ സാധിക്കണം, തൊഴിൽപരമായ കാര്യങ്ങൾ ഊന്നൽക്കൊണ്ടുകൊണ്ടുള്ള ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്കൊരു ചിന്തയുണ്ട്, എന്തിന് പഠിക്കണം, പഠിച്ചിട്ടെന്ത് കാര്യം എന്ന ചിന്ത ഇന്നത്തെ വിദ്യാർത്ഥികളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഠിച്ചിട്ട് കേരളത്തിൽ ഒന്നും കിട്ടാനില്ല, ഒരു തൊഴിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് വിദ്യാഭ്യാസം നേടിയ ശേഷം അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്, രാജ്യത്തിന് വെളിയിലേക്ക് പോവുകയാണ്. ഒരു എഞ്ചിനീയറിംഗ് ബിരുദം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു മേഖല എടുത്തു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഇത് പറ്റാത്ത കുട്ടികൾ ഇന്ന് തൊഴിൽരഹിതരായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് കഞ്ചാവുകാർക്കും MDMAക്കാർക്കും ഒക്കെ അവർക്ക് വിപണനം ചെയ്യാനുള്ള ഉപകരണങ്ങളായി ഈ ആളുകൾ മാറുന്നത്, വിദ്യാർത്ഥികൾ മാറുന്നത്, യുവാക്കൾ മാറുന്നത്. കേന്ദ്ര സർക്കാർ 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷനിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം, തൊഴിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നു. 9ാം ക്ലാസ് മുതൽ അത്തരം പദ്ധതി വരിക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് അവന് വിദ്യാഭ്യാസം നേടാൻ കഴിയും. ഫ്യൂച്ചർ എന്നുള്ള കാര്യത്തിലേക്ക് അവന് ഈ 9ാം ക്ലാസ് 12, 13, 14 വയസ്സാകുമ്പോൾ തന്നെ അവന് ചിന്തിക്കാൻ കഴിയും. അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ കേരളത്തിന് കിട്ടേണ്ടതായ കോടിക്കണക്കിന് റുപ്യ സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പരിശ്രമിക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സംസ്ഥാന സർക്കാർ, കേന്ദ്രം പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാത്ത സംസ്ഥാന സർക്കാർ. ജൽജീവൻ മിഷൻ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, എൻ്റെയും നിങ്ങളുടെയും അടക്കം വീടുകളിൽ പൈപ്പ് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വെള്ളം നൽകുന്നതിൻ്റെ പേരിൽ ഭീമമായ ചാർജ് ഈടാക്കുന്നു സംസ്ഥാന സർക്കാർ. നമ്മുടെ എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കുകയാണ്. പ്രകൃതി വാതക നമ്മുടെ വീടുകളിൽ പാചകത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു. അത് കേന്ദ്ര സർക്കാർ നേരിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വീടുകളിലെത്തി.
അപ്പോൾ സംസ്ഥാന സർക്കാർ വഴി നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഇവിടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഭവനരഹിതരായിട്ടുള്ള എല്ലാ ആളുകൾക്കും വീടുണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതി PMAY പ്രധാനമന്ത്രി ആവാസ് യോജന നമ്മുടെ സംസ്ഥാനം മുഖം തിരിഞ്ഞ് നിൽക്കുന്നു, നമ്മുടെ പഞ്ചായത്തുകൾ അതിന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. കോടിക്കണക്കിന് ആളുകളായിരുന്നു ഇന്ത്യ രാജ്യത്ത് ഭവനരഹിതരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നടപടി കാരണം അത് ഒരു വലിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. കുറേ ആളുകൾക്ക് ഭവനരഹിതരായിട്ടുള്ള എന്നാലും കുറച്ചാൽ അവർക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ സംസ്ഥാന സർക്കാർ അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നു എന്നുള്ള ഒരു ഭീഷണമായ സാഹചര്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാതിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നെറികേട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത്, അടിത്തറ കെട്ടുറപ്പുള്ളതല്ലെങ്കിൽ അതിന്മേൽ പടുത്തുയർത്തുന്ന സൗധം സുശക്തമായിരിക്കില്ല. ഇന്ത്യ രാജ്യത്തെ പല പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലെ ജനങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്ന പഞ്ചായത്തുകളാണ്, മുനിസിപ്പാലിറ്റികളാണ്. ആ പഞ്ചായത്ത് ഭരണ സംവിധാനവും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കൈയാളുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസം BJP കൊണ്ട് ജനങ്ങളും ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു മാറ്റം തീർച്ചയായും വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ രീതിയിൽ തന്നെയായിരിക്കും, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശ സ്ഥാപനം? ഞാനതങ്ങനെ ഏതെങ്കിലും പഞ്ചായത്തുകളുടെയോ മുനിസിപ്പാലിറ്റിയുടെ പേര് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് അത്രമാത്രം ഒരു വലിയ ആഗ്രഹമുണ്ട്, മാറ്റങ്ങളുണ്ട്. അതിനനുസൃതമായ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അങ്ങനെ പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ BJPക്ക് കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. എല്ലാ മുനിസിപ്പാലിറ്റിയും നമുക്ക് പ്രതീക്ഷയുള്ളത് തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ എല്ലാ പഞ്ചായത്തും നമുക്ക് പ്രതീക്ഷയുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും ജനങ്ങളുടെ മാറ്റങ്ങൾ പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് കാണാം. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു സീറ്റാണ് നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ ഒരു സീറ്റാണ്. നമ്മൾ 2 അക്കമുള്ള സീറ്റിലേക്ക് മാറും. 2 അക്കമുള്ള സീറ്റിലേക്ക് BJP മാറും എന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ആർക്ക് ഭരണം എന്നതുപോലും വലിയ BJP തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. സംശയം വേണ്ട. കോൺഗ്രസിനോ CPMനോ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ അവർ സഖ്യമാവും. അന്നേരം BJP ആയിരിക്കും പ്രതിപക്ഷം ഉണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മാറ്റം ഉണ്ടാവും. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പല മണ്ഡലങ്ങളും ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ കേരള ഭരണവും നമ്മുടെ കയ്യിലേക്ക് വരണം. സംശയം വേണ്ട. ജനങ്ങൾ എത്ര വർഷത്തെ ഒരു കാത്തിരിപ്പാണ് നിങ്ങൾ? കേരളം BJP ഭരിക്കാൻ നമ്മൾ എത്ര വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും? കൂടുതലൊന്നും കാത്തു നിൽക്കണ്ട. ഇപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2031 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. 2029 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം 2026 തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരുന്ന സർക്കാരിന് 3 വർഷം മാത്രമേ കാലാവധി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. BJP പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു ബില്ലുണ്ട്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നിയമം ആവും. 2029 നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടക്കുന്ന തലത്തിലേക്ക് വരും. 2029 അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഒന്നിച്ച് വരും. BJP ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കൂടി ഉൾപ്പെടെയാണ് നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബിൽ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് വേണമെന്നുള്ളതാണ്. കാലക്രമേണ ആസന്ന ഭാവിയിൽ തന്നെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും ഇതിൻ്റെ കൂടെ വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് വൈകരുത് എന്നുള്ളത് കൊണ്ടാണ് നാം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് വരണം എന്നുള്ള തലത്തിൽ അവതരിപ്പിച്ചത്. 2029 അത് രാജ്യത്ത് നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പോൾ 2025 നമുക്ക് കേരള നിയമസഭയിൽ ചില സീറ്റുകളൊക്കെ കിട്ടും. അത് 2029 എത്തുമ്പോഴേക്കും നാം കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായി മാറുന്ന സാഹചര്യം വരും. സംശയം വേണ്ട. പിന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ആയിരിക്കും ഭരിക്കുക. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ നേട്ടം BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ നേട്ടം? എങ്ങനെയാണ് BJPക്ക് കിട്ടുക? എന്തുകൊണ്ടാണ് BJP ഇത്തരമൊരു വിഭാവനം ചെയ്തത്? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓരോ തെരഞ്ഞെടുപ്പിലും കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇവിടെ ചെലവഴിക്കപ്പെടുന്നത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും കോടിക്കണക്കിന് ഉറുപ്പിക ഓരോ തെരഞ്ഞെടുപ്പിലും
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെ പണമാണ്? സർക്കാരിൻ്റെ ഖജാനയിൽ നിന്നുള്ള പണമാണല്ലോ. അപ്പോൾ ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ചെലവഴിക്കപ്പെടുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 1000 കോടി ഉറുപ്പികയിലധികം തെരഞ്ഞെടുപ്പ് ചെലവഴിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലാകുന്നത്. അതിനു മുമ്പ് 2019 നടന്നത് 500 കോടിയിൽ പരം രൂപയാണ് ചെലവഴിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന തുക അത് സർക്കാരിൻ്റെ ഖജാനയിൽ നിന്ന്. ആരുടെ പണമാണ്? ജനങ്ങളുടെ നികുതി പണമാണ്, ജനങ്ങളുടെ പണമാണ്. ഇതിന് പുറമെയാണ് രാഷ്ട്രീയ കക്ഷികൾ ചെലവഴിക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ. ആരുടെ പണമാണ്? ജനങ്ങളുടെ പണമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് സർക്കാർ ചെലവഴിക്കുന്ന പണമായാലും രാഷ്ട്രീയ കക്ഷികൾ ചെലവഴിക്കുന്ന പണമായാലും പൊതുജനങ്ങളുടെ പണമാണിത്. ഈ പണം ഒരു 5 വർഷത്തുമ്പ് 3 തെരഞ്ഞെടുപ്പാണ് ഉണ്ടാകുന്നത്. ചില സംസ്ഥാനങ്ങളിൽ 4 തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പും ഇങ്ങനെ നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഈ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട തുകയല്ലേ ഇതൊക്കെ? നാടിൻ്റെ വികസനം, നാടിൻ്റെ ഇപ്പം റോഡുകളുടെ പണി നടക്കണം, തോടുകളുടെ പണി നടക്കണം, ആരോഗ്യരംഗത്ത്, അങ്ങനെ പല മേഖലയിലും ചെലവഴിക്കേണ്ട പണം ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ചെലവഴിക്കപ്പെടുകയാണ് കഴിഞ്ഞ 10-75 വർഷമായി സംസ്ഥാനം. അതിനർത്ഥം അന്നേരം ചോദിക്കും, ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടേ? ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, തെരഞ്ഞെടുപ്പൊക്കെ വേണം, വേണ്ടെന്ന് ആരും പറയുന്നത്, തെരഞ്ഞെടുപ്പ് വേണം. അങ്ങനെ ഈ പണം 5 വർഷം ഇത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഈ സംവിധാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണെങ്കിൽ വലിയ സാമ്പത്തിക നേട്ടം സർക്കാരിനുണ്ടാകുന്നു. ഇത് നാടിന് വേണ്ടി നമുക്ക് നല്ല വിവിധ പദ്ധതികൾക്ക് വേണ്ടി, വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു കാര്യം നാം ചിന്തിക്കേണ്ടത്, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും 2-3 മാസം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല, പുതിയ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല, പുതിയ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ആ 2-3 മാസം പൂർണ്ണമായും ഭരണസ്തംഭനമാണ് സംഭവിക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 8 മാസം കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പാണെന്ന്. നവംബർ 1 പുതിയ ഭരണസമിതി നിലവിൽ വരണം. സ്വാഭാവികമായും സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അത് പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി നിലവിൽ വന്ന് പിന്നെയും കഴിഞ്ഞ് എന്തായാലും 2-3 മാസം വരെ കേരളത്തിൽ ഭരണസ്തംഭനം നടക്കുകയാണ്. 6 മാസം കഴിഞ്ഞാൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെയും ഇതേ പ്രോസസ്സാണ്. അവിടെയും 2-3 മാസം ഭരണസ്തംഭനമാണ്. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല, ഒന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ആത്യന്തികമായി ബാധിക്കുന്നത് നമ്മുടെ വികസനത്തെയാണ്. അപ്പോൾ 2 കാര്യം, ഒന്ന് സാമ്പത്തികമായ വലിയ ഒരു തകർച്ചയുണ്ടാകുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായി കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത്. മറ്റൊന്ന് വികസനപരമായ കാര്യം. ഇതിനൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആകുമ്പോൾ ഈ പറയുന്ന കോട്ടങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അവിടെ ജനാധിപത്യത്തിൻ്റെ സ്ഥാനത്ത് ഏകാധിപത്യം വരില്ല, അവിടെ പണാധിപത്യം വരില്ല, അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം വരില്ല, ഒന്നും വരില്ല. ജനങ്ങളുടെ ഇച്ഛ എന്താണോ ആ ഇച്ഛക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാക്കും. അപ്പോൾ ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്നത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ജനങ്ങൾ അതിനനുസൃതമായി മാറി ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റം തീർച്ചയായും BJPക്ക് അനുകൂലമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2029 2026 നടന്ന 2029 എല്ലാ തെരഞ്ഞെടുപ്പും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2029 തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിലെ പ്രധാന പ്രതിപക്ഷവും 2034 കേരളം BJP ഭരിക്കുന്ന തലത്തിലേക്ക് മാറും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ അതിനു മുമ്പും സംഭവിച്ചേക്കാം. നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വീണ്ടും വന്നാൽ, വലിയ ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ മേഖലയായിരുന്നല്ലോ കണ്ണൂർ. അതിൽ നിന്ന് മാറി ഇപ്പോൾ CPM-ഉം BJP-യും കോൺഗ്രസും ഇതൊക്കെ ഏതാണ്ട് ഒരു നല്ല സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് BJP-യും CPM-ഉം തന്നെയാണ്. കാരണം ഈ CPM-ൻ്റെയും BJP-യുടെയും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമാണ് വലിയ രീതിയിലുള്ള സംഘർഷമായി വളരുക, കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചത് തന്നെയാണോ ഈ സമാധാനം? എന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP ഒരിക്കലും ഈ നാടിൻ്റെ സമാധാനം തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ
ആ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത് പലപ്പോഴും CPM ആണ്. കോൺഗ്രസ്സിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസും എതിർപ്പുണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ഏത് ഭീഷണിയെയും വകവെക്കാതെ BJPയുടെ പ്രവർത്തനം ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കാനും ശക്തിപ്പെടുത്താനും ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശ്രമം നടത്തുമ്പോൾ പലപ്പോഴും CPMൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടുമുണ്ട്, കൊലപാതകങ്ങളടക്കം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. നേരിയ തോതിലുള്ള സംഘർഷങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അത്തരം സംഘർഷങ്ങളെ പർവ്വതീകരിക്കാനോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കാനോ അക്രമത്തിന് ആഹ്വാനം ചെയ്യാനോ കൊലപാതകം നടത്താൻ വേണ്ടി അണികൾക്ക് പ്രോത്സാഹനം നൽകുകയോ ചെയ്യുന്നത് ഒരു ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഞങ്ങൾക്ക് പലപ്പോഴും പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്ത് തന്നെ ആയാലും കഴിഞ്ഞ കാല ഒരു ദുരനുഭവം കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അത്തരം പാതയിലേക്ക് പോകരുത് എന്ന തിരിച്ചറിവ് CPMന് വൈകിയെങ്കിലും ഉണ്ടായി. CPM ഇന്ന് അക്രമം നടത്തുന്നില്ല, അതുകൊണ്ട് ഇവിടെ നല്ല സമാധാനമുണ്ട്. അപ്പോൾ CPM വിചാരിച്ചാൽ മതി അക്രമം വേണോ വേണ്ടയോ ഒന്നും. അവർ വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഇവിടെ സമാധാനം തന്നെയാണ്. ഒരിക്കലും BJPയുടെ ഭാഗത്തുനിന്ന് ഒരു സമാധാനം തകർക്കുന്ന ഒരു നടപടിയും മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനിയും ഉണ്ടാവില്ല. നാടിൻ്റെ സ്വൈര ജീവിതമാണ് ആവശ്യം. അതിനുവേണ്ടി എല്ലാ ആളുകളും അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് BJPയുടെ ആഗ്രഹം. ഈ CPMും BJPയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നിരവധി ബലിദാനികൾ. അപ്പോൾ ആ അന്തരീക്ഷമൊക്കെ മാറി വരികയാണ്. CPMും BJPയും തമ്മിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ശരിക്കും. അല്ല, രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം ആണ് ജനാധിപത്യത്തിന് നല്ലത്. രാഷ്ട്രീയ ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല, പ്രതിയോഗികളുണ്ടാവാം. ജനാധിപത്യത്തിൽ ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ശത്രുവായി കാണുന്നതാണ് CPMന് പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ തകരാറ്. അപ്പോൾ പ്രതിയോഗിയായി കാണും. അങ്ങനെ ജനാധിപത്യത്തിൽ മറ്റുള്ളവരെ ഒരു പ്രതിയോഗിയായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അസമാധാനത്തിൻ്റെ ഭാഗത്തേക്ക് പോവില്ല. പിന്നെ കോൺഗ്രസ് CPMും BJPയും തമ്മിൽ എപ്പോഴും സംഘർഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്. ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും 4 വോട്ട് കിട്ടുമോ എന്ന് കാത്തിരുന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസ് ആ അടുപ്പത്ത് വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ മതി. ഇവിടെ എല്ലാവരും ചേർന്നൊരു സമാധാനം ഉണ്ടാകുമ്പോഴാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതാണ് വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനാഭിലാഷത്തിനനുസരിച്ചാണ് BJP എന്നും പ്രവർത്തിക്കൂ എന്നുള്ളതാണ് അടിവരയിട്ട് പറയാനുള്ളത്. ഈ CPM നേതാക്കളുമായൊക്കെ ഇപ്പോൾ മുമ്പത്തേതിനേക്കാൾ സൗഹൃദം ഇപ്പോഴുണ്ടോ? ഈ സമാധാന അന്തരീക്ഷം വന്നത് ഈ സൗഹൃദ അന്തരീക്ഷമൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, അവർക്കും വൈകിയെങ്കിലും തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. എല്ലാവരുമായി നല്ല ഒരു ബന്ധം ഉണ്ടാവണമെന്ന്. ആ ആഗ്രഹം ഞങ്ങളും സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് അതിന് പറയേണ്ടതുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാവരുമായും നല്ല സഹവർത്തിത്വം ഉണ്ടാക്കുന്ന നേതൃനിരയാണ്. അങ്ങനെ ഒരു നേതൃനിര ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ അണികളിലും അത്തരം സംഘർഷത്തിൻ്റെ പാതയിലേക്ക് പോയില്ല. ജനാധിപത്യത്തിൽ പക്ഷെ ഒരു കാര്യം, എന്ത് വിലങ്ങുതടി ഉണ്ടായാലും BJPയുടെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകും. അത് ഒരിക്കലും ജനാധിപത്യത്തിന് ചേരാത്ത തലത്തിലേ അല്ല, ജനാധിപത്യത്തോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനവും നാം നടത്തും. അങ്ങനെ നടത്തുമ്പോൾ അതിനനുസൃതമായ ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തും CPMൻ്റെ ഭാഗത്തും ഉണ്ടായാൽ മതി. ഇപ്പം ഞാനിവിടെ കോൺഗ്രസ് എത്ര പേരെ കൊന്നിട്ടുണ്ട്? കണ്ണൂർ ജില്ലയിലടക്കം കോൺഗ്രസ് എത്ര പേരെ കൊന്നിട്ടുണ്ട്? കേരളത്തിൽ കോൺഗ്രസ്സുകാർ കൊന്നിട്ടില്ലേ? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൊന്നിട്ടില്ലേ? BJPക്കാരെ കൊന്നിട്ടില്ലേ? മാർക്സിസ്റ്റുകാരെ കൊന്നിട്ടില്ലേ? അപ്പോൾ ഒരിക്കലും ഈ അക്രമത്തിൻ്റെ ശൈലിയിൽ നിന്ന് കോൺഗ്രസ് മാറി നിന്നിട്ടില്ല. കോൺഗ്രസും അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മറ്റുള്ള ആളുകളെ കൊന്നൊടുക്കാൻ, മറ്റുള്ള ആളുകളെ ആക്രമിക്കാൻ, BJPക്കാരെ അടക്കം ആക്രമിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. CPMകാരെയും അവർ കൊന്നിട്ടുണ്ട്. ഇത് ജനാധിപത്യത്തിന് ഒരിക്കലും ചേരാത്തതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും മറ്റുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് നല്ലത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജനങ്ങൾക്കും ഒരു രാഷ്ട്രീയത്തിൽ നല്ലൊരു വിശ്വാസ്യത ഉണ്ടാവും. സംഘർഷമില്ലാതെ ഭയമില്ലാതെ ജീവിക്കുന്നൊരു സാഹചര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ആ ആഗ്രഹത്തിനനുസരിച്ചാണ് BJP എന്നും നിലകൊള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു BJP അനുഭാവി അല്ലെങ്കിൽ അത്തരം ചിന്തകളൊക്കെ ഉള്ള ആളുകൾ ഈ അന്ധമായ ഒരു മാർക്സിസ്റ്റ് വിരോധം വെച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്.
അത് ഇല്ലാതാകുമോ എന്നൊരു ഭയം ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ ശരിക്കും? അതായത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബി ജെ പിയും സി പി എമ്മും തമ്മിൽ എന്നും തമ്മിലടിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം കിട്ടുന്നവരാണ് കോൺഗ്രസ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒരു ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ പലപ്പോഴും സി പി എം വിരോധം കൊണ്ട് കോൺഗ്രസിന് വോട്ട് കൊടുക്കുകയോ കോൺഗ്രസ് വിരോധം കൊണ്ട് സി പി എമ്മിന് വോട്ട് കൊടുക്കുകയോ ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിന് നാം പറയും നിഷേധാത്മക സമീപനം എന്ന് പറയും. ഈ നിഷേധാത്മക സമീപനം വെച്ചുകൊണ്ട് ഒരു വോട്ട് രേഖപ്പെടുത്തുന്നത് അത് ഒരിക്കലും ശരിയല്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാടിനെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമകരമായ പ്രവർത്തനമാർ നടത്തും, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ജനങ്ങൾ മാറണം. അപ്പോൾ നിഷേധാത്മക സമീപനം ഒരിക്കലും ജനാധിപത്യത്തിന് അഭിലഷണീയമല്ല, തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അഭിലഷണീയമല്ല. അതുകൊണ്ട് പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, രാജ്യത്തെ നന്മയിലേക്ക് നയിക്കുന്ന നേതാവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ മാറണം. അങ്ങനെ മാറുന്നത് കൊണ്ടാണ് രാജ്യം ബി ജെ പി ഭരിക്കുന്നത്, പല സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്നത്, 10-20 സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നു. ആ ജനങ്ങളുടെ ആ ചിന്തക്കനുസരിച്ചാണ്. ദൗർഭാഗ്യമെന്ന കേരളത്തിൽ ഇത്തരം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ചില രീതികളുണ്ട്. കേരളത്തിലെ ജനതയിലും അത് ചെറിയ ന്യൂനപക്ഷം, ചെറിയൊരു ശതമാനം ആളുകളിലാണുള്ളത്. അവരുടെ ചിന്ത മാറും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ മാറുന്നതിൻ്റെ നഷ്ടം സ്വാഭാവികമായും കോൺഗ്രസിനായിരിക്കും. കോൺഗ്രസിനാണ്. കോൺഗ്രസ് തകരുകയാണല്ലോ. കോൺഗ്രസ് ഇപ്പം അവർ നേതാക്കന്മാർ തന്നെ പറയാൻ തുടങ്ങി, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കില്ല എന്ന ഉൾചർച്ച ആ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എത്ര കാലമാണ് ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ നടത്തിയിട്ട് എത്ര കാലം ഇവർക്ക് വോട്ട് നേടാൻ കഴിയും? ജനങ്ങൾ തിരിച്ചറിഞ്ഞു കോൺഗ്രസ് തകരണം. കോൺഗ്രസ് തകർക്കേണ്ടത് ഈ കേരളത്തിന് ആവശ്യം, തകരേണ്ടത് ഈ കേരളത്തിന് ആവശ്യം. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു LDFന് അനുകൂലമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത, UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത അല്ല എന്നൊന്നും ഞങ്ങൾക്കിപ്പം പറയാൻ പറ്റില്ല. കേരളത്തിലെ ഭരണം നമ്മുടെ സംസ്ഥാനത്ത് വലിയ ദോഷം തന്നെയാണ് ചെയ്യുന്നത്. പിണറായി ഭരണം ഇന്ന് നടക്കുന്നത് അഴിമതി ഭരണമാണ്, കുടുംബ ഭരണമാണ് എന്ന കാര്യത്തിൽ CPM അണികൾക്ക് പോലും തർക്കമില്ല. CPMൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ പോലും അത്തരം ചർച്ചകളാണ്. മരുമകൻ തീരുമാനിക്കുന്നു, മകൾ തീരുമാനിക്കുന്നു, അപ്പൻ തീരുമാനിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കുടുംബ ഭരണം കേരളത്തിൽ നടക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. CPMൽ കോൺഗ്രസിൽ കുടുംബഭരണം ഉണ്ടായിട്ടുണ്ട്. അന്ന് ശക്തമായി എതിർത്തവരാണ് BJPക്കാരോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും ചേർന്നിട്ട് ശക്തമായി എതിർപ്പ് നടത്തിയവരാണ് കോൺഗ്രസിൻ്റെ കുടുംബഭരണത്തിന്. ഇന്ന് CPMൽ, കേരളത്തിലെ CPMൽ കുടുംബഭരണമാണ്. CPMൽ വിശ്വസിക്കുന്ന ഒരു വലിയ ആത്മാർത്ഥതയുള്ള കുറേ അണികളുണ്ട്. ആ അണികളുടെ വികാരം ഈ കുടുംബഭരണത്തിന് യോജിക്കുന്നതല്ല. പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച കുറേ CPM പ്രവർത്തകന്മാരുണ്ട്. ഇന്നും കറകളഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇന്നും അത്യധ്വാനം ചെയ്യുന്ന കുറേ അണികളുണ്ട്. ആ അണികൾ ഇന്ന് നിരാശരാണ്. CPM നേതൃത്വത്തിൻ്റെ ഈ പോക്കിൽ അണികൾ നിരാശരാണ്. എന്തിനു പറയുന്നു, CPMലെ വലിയ നേതാക്കന്മാർ പോലും പിണറായി വിജയൻ്റെ ഈ കുടുംബഭരണത്തിൽ അമർഷവും അതൃപ്തിയും ഉള്ളവരാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്തായിരിക്കും? തീർച്ചയായും മാറും. കേരളത്തിൽ BJP UDFന് സാധ്യതയുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. UDF എവിടെ കിടക്കുന്നു? UDF എന്ന് പറയുന്നത് ഇപ്പം UDF നിലകൊള്ളുന്നത് ലീഗിൻ്റെ ഒരു ഔദാര്യം കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നിലനിൽക്കുന്നത് കേരളത്തിൽ. ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ല, പോയി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എവിടെയുള്ളത്? സംപൂജ്യരാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, സംപൂജ്യരായി മാറി. അപ്പോൾ കേരളത്തിലും ഇത് സംഭവിക്കും. കേരളത്തിൽ എവിടെയും രക്ഷയില്ലാതെ വന്നതുകൊണ്ടാണല്ലോ കേരളത്തിൽ വയനാട്ടിൽ വന്നിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച് പോയി, പിന്നെ ഇവിടെ ഇപ്പം പ്രിയങ്ക വന്ന് മത്സരിച്ചു. വേറെ എവിടെയും അഭയമില്ല. അപ്പോൾ കേരളത്തിലാണ് ഒരു രക്ഷയുള്ളത് എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. ഈ കേരളവും കോൺഗ്രസ്സിന് സുരക്ഷിതമല്ല, കോൺഗ്രസ് തകരും. ഞാനതാ പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ ഒരു പിൻബലത്തിലാണ് കേരളത്തിൽ ഇന്ന് UDF നിലനിൽക്കുന്നത്. കോൺഗ്രസ് ഛിന്ന ഭിന്നമാവുന്നു, തകർന്നരിപ്പണമാവുന്നു. ഒരു പിടി നേതാക്കന്മാർ അവർക്കുണ്ട് എന്നല്ലാതെ ഒരു വലിയ അണികളുടെ ചോർച്ച കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇപ്പോഴത്തെ ഭരണത്തിനെതിരായ വികാരം അത് മുതലാക്കാൻ UDFന് കഴിയില്ലെന്ന് മാത്രമല്ല, UDFലെ തകർച്ചയും നിലവിലെ സംസ്ഥാനത്തെ ഭരണത്തിലുള്ള അമർഷവും BJPക്ക് അനുകൂലമായി വലിയൊരു വോട്ട് മാറ്റം അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഈ LDFന്റെ ഒരു തുടർഭരണം, മൂന്നാം വട്ടവും LDF എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമൊക്കെ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. അതെല്ലാം തുടക്കം മാത്രമാണെന്ന്, ഇതൊന്നും അങ്ങത്തോളം പോകില്ല. ഒരു മൂന്നാം LDF സർക്കാർ കൂടി വരുന്നതാണോ
BJPക്ക് നല്ലത്? അല്ലല്ല, കേരളത്തിൽ BJPക്ക് നല്ലത് BJP തന്നെ അധികാരത്തിൽ വരുന്നതാണ്. കേരളത്തിലെ ജനതക്കും നല്ലത് BJP തന്നെ അധികാരത്തിൽ വരുന്നതാണ്. അത് കഴിയുന്നതും എത്രയും നേരത്തെ ആയോ അത്രയും നല്ലത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. കേരളം ഇന്ന് അത്രയധികം ഒരു ഭയാനകമായ സാഹചര്യത്തിലാണുള്ളത്. ഇവിടെ തൊഴിൽ നൽകുന്നില്ല, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതിനൊക്കെ കാരണം കേന്ദ്ര സർക്കാരാണ്. കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. അതായത് സ്വതവേ ദുർബല പോരാതെ ഗർഭിണി, ഇതാണ് കേരളത്തിലെ CPMൻ്റെ അവസ്ഥ. പിണറായി വിജയൻ ഭരണം കൊണ്ട്, കഴിഞ്ഞ 8 വർഷത്തെ ഭരണം കൊണ്ട് CPMന് സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യമാണ്, ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരുടെ കെടുകാര്യസ്ഥത, അവരുടെ കഴിവുകേട്, അവരുടെ അങ്ങനെ അവരുടേതായ എല്ലാ കോട്ടങ്ങളും മറച്ചു വെക്കാൻ കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെയും പറയാൻ തുടങ്ങിയിട്ട് കാലം അത്രയായി. ഇപ്പം ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നു. ആശാ വർക്കർമാരുടെ സമരം എന്താ പറഞ്ഞത്? കേന്ദ്ര സർക്കാർ പൈസ തരുന്നില്ല. സത്യമാണോ? കള്ളത്തരമല്ലേ നിയമസഭയിലടക്കം ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചു പറഞ്ഞത്? കേരളത്തിലെ കേരളത്തിന് കേന്ദ്രത്തിൻ്റെ വിഹിതം എല്ലാ സമയത്തും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനു പറയുന്നു, കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി അവസാനമായി കൊടുത്തിരിക്കുന്ന ഗഡു അത് കേരളത്തിന് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 500 കോടിയിലധികം ഇനിയിപ്പോഴും കിട്ടാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാൻ കണക്ക് ഇപ്പം തന്നെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ആ പുറത്തു വന്ന കണക്ക് എന്ന് പറയുന്നത് അത് അനിൽ ആന്റണി അവരുടെ IT സെൽ ഉണ്ടാക്കിയ ഒരു കണക്കാണ്. അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു കണക്ക്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും കേന്ദ്ര ആരോഗ്യ മന്ത്രിയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അനുവദിച്ച കണക്കുകൾ ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. 2024-25 ഈ സാമ്പത്തിക വർഷം 913.24 കോടി രൂപയാണ് ക്ഷേമ മന്ത്രാലയം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംസ്ഥാനത്തിന് നീക്കിവെച്ചത്. 913.24 കോടി രൂപയാണ്. എന്നാൽ അനുവദിച്ചത് കൂടുതൽ 25 കോടി രൂപ അധികം, 938.8 കോടി രൂപ അനുവദിച്ചു. നീക്കിവെച്ചത് 913.24 കോടിയാണ്. എന്നാൽ അനുവദിച്ചത് 938.8 കോടി രൂപയാണ് അനുവദിച്ചത്. 25.56 കോടി രൂപയാണ് അധികം നൽകിയത്. 4 തവണയായിട്ടാണ് നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തുക നൽകിയത് 4 തവണയായിട്ടാണ്. മാത്രമല്ല 5-ാം തവണയായി ഒരു തുക നൽകിയിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയോ? 120.45 കോടി രൂപ കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി മുമ്പുണ്ടായിരുന്ന കുടിശ്ശിക അടക്കം തീർക്കാൻ വേണ്ടിയിട്ട്, പഴയ കുടിശ്ശികയായിരുന്നു, അതടക്കം തീർക്കാൻ വേണ്ടിയിട്ട് 120.45 കോടി രൂപ ഇങ്ങനെ സംസ്ഥാനത്തിന് അനുവദിച്ചതിൽ കൂടുതൽ കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ കള്ളം പറയുകയാണ്. ഇവരുടെ കെടുകാര്യസ്ഥത അത് മറച്ചു വെക്കാൻ വേണ്ടി ബോധപൂർവ്വം നടന്ന പ്രചരണം, അതാണ് കേരളത്തിലെ CPM ചെയ്യുന്നത്. ആശാ വർക്കർമാരുടെ സമരം നമ്മൾ ചിന്തിക്കേണ്ടത്, ആശാ വർക്കർമാർ നമ്മുടെ നാടിൻ്റെ ഒരു സ്വത്താണ്. അവരുടെ ഈ പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു സംവിധാനം വന്നതോടുകൂടി ആരോഗ്യരംഗത്തുള്ള ഈ ശ്രദ്ധ, ഒരു വലിയ മാറ്റം ആശാ വർക്കർമാരുടെ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ആശാ വർക്കർമാരുടെ ഓണറേറിയം 7000 രൂപയാണ് കേരളം കൊടുക്കുന്നത്. പക്ഷേ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള 3000 രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. അത് പറയുന്നില്ല. 3000 രൂപ ഇപ്പം ഏറ്റവും കൂടുതൽ ഇതുവരെ എന്താ പറഞ്ഞത്? ഇപ്പം കണക്കുകൾ ഓരോ ദിവസം കഴിഞ്ഞ് പുറത്തു വരികയാണ്. ഇതുവരെ എന്താ പറഞ്ഞത്? കേരളമാണ് ഏറ്റവും കൂടുതൽ പൈസ നൽകുന്നത്. ആണോ? അല്ല, സിക്കിമാണ് ഏറ്റവും കൂടുതൽ. അതായത് 10,000 രൂപയും കേന്ദ്രത്തിൻ്റെ 3000 രൂപയും കൂടി 13,000 രൂപ ഓണറേറിയം ഓരോ മാസം കൊടുക്കുന്നു. അതിന് പുറമെ മറ്റു ചില ആനുകൂല്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് പണം എന്ന് പറയുന്നത് 13,000-ൽ കൂടുതലാണ്. ഇന്നലെ വരെ പറഞ്ഞതെന്താ? കേരളമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അല്ല എന്ന് ജനങ്ങൾക്ക് ഇപ്പം കണക്ക് വെച്ച് ഓരോന്ന് പുറത്തു വരുമ്പോഴാണല്ലോ ജനങ്ങൾക്ക് ബോധ്യം വരുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണല്ലോ കേരളം കൊടുക്കുന്നത്. അല്ല, അതായത് സിക്കിമും ആന്ധ്രയും കൊടുക്കുന്നുണ്ട്. ആന്ധ്ര 7000 രൂപ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ പല സംസ്ഥാനങ്ങളും എന്ന് പറഞ്ഞാൽ കേരളമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്ന അവരുടെ പ്രചരണം പൊട്ടിയിരിക്കുന്നു. കേരളമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ നൽകുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് കൂടുതൽ തുക നൽകുന്നുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വളരെ കൂടുതൽ തുക നൽകുന്നുണ്ട്. കേരളം യഥാർത്ഥത്തിൽ ഇത്ര ചെയ്യേണ്ടു, ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ മെനക്കെടണം, ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതിന് പകരം അവരുടെ സമരത്തെ തകർക്കുന്ന ഒരു നിലപാട് അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്നതല്ല, പ്രത്യേകിച്ച് തൊഴിലാളി പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ചേർന്നതല്ല. അപ്പോൾ സ്വാഭാവികമായും ഇവർ ചെയ്യേണ്ടതെന്താ?
ഒരു സംഘടിതമായ ഒരു വോട്ട് പിന്നെ 21,000-ത്തിലധികം ആളുകളുണ്ട് കേരളത്തിൽ ആശാവർക്കർമാർ. ആ 21,000-ത്തിൽ കൂടുതൽ ആളുകൾ സംഘടിതമായി നിന്ന് പോരാടുമ്പോൾ അതിനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരെ വിഘടിപ്പിക്കാനും ആ സമരത്തെ തകർക്കാനും ശ്രമിക്കുന്നത് ജനാധിപത്യ കേരളത്തിന് ചേർന്നതല്ല. പ്രത്യേകിച്ച് തൊഴിലാളികളെ പേര് പറഞ്ഞ് സമരം ചെയ്യുന്ന വളർന്നു വന്ന ഒരു പ്രസ്ഥാനം ഭരിക്കുമ്പോൾ അവർക്ക് ഭൂഷണമല്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഈ ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അടിയന്തരമായും പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നതിന് പകരം ഇത്തരം തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നത് വലിയ വിഭാഗം ജനങ്ങളിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. ഈ ഒറ്റ കാര്യം കൂടി, നമ്മൾ BJP-യിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ ആളുകളിങ്ങനെ വരുന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. കണ്ണൂരിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? പുതിയ ആളുകൾ BJP-യിലേക്ക് വരുന്നതിനെക്കുറിച്ചാണല്ലോ അല്ലേ. കുറേ നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും കുറേ ആളുകൾ വരുമെന്നാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. കുറേ അണികൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇനിയും കുറേ അണികൾ നമ്മുടെ കൂടെ വരുമെന്നാണ് ശുഭപ്രതീക്ഷ. കാരണം ഇവരൊക്കെ നാടിന് നന്മക്ക് BJP ആണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു, സ്വാഭാവികമാണ്. അങ്ങനെ പല ആളുകളും BJP-യിലേക്ക് വരണം. അങ്ങനെ BJP-യിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP ഒരു വളർന്നുകൊണ്ടിരിക്കുന്നു, ഭരിക്കുന്ന തലത്തിലേക്ക് മാറുന്നു എന്ന് പറയാനൊക്കെ കാരണം ഇങ്ങനെയുള്ള പല ആളുകളും BJP-യിൽ വരുന്നത് കൊണ്ടാണ്. പുതിയ തലമുറ ഇന്ന് BJP-യിലേക്കാണ്. നാം ഇന്ന് കാണേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പുതിയ തലമുറകളെല്ലാം BJP-യിലേക്കാണ്. ഈ IT രംഗത്തുള്ള വികസനം, അങ്ങനെ പല മേഖലയിലും, ശാസ്ത്രരംഗത്തുള്ള വികസനം, അങ്ങനെ പല മേഖലകളിലും ഈ വികസനം നടത്താൻ ഈ നാടിന് യോജിച്ചത് നരേന്ദ്രമോദിയാണ്, BJP ആണ് എന്നൊരു തിരിച്ചറിവ് പുതിയ തലമുറക്ക് വന്നിരിക്കുന്നു. വളരെ പ്രായമുള്ളവരും ഇന്ന് നരേന്ദ്രമോദി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന സംവിധാനം ഈ കേരളത്തിലും വരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്നു. CPM നേതാക്കന്മാരിൽ, കോൺഗ്രസ് നേതാക്കന്മാരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ആളുകളും സ്വകാര്യമായി സംസാരിക്കുന്നത് നാളെ പരസ്യമായി സംസാരിക്കും BJP-ക്ക് അനുകൂലമായി എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കേരളവും BJP ഭരിക്കും. അങ്ങനെ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു ചർച്ചയൊന്നും നമ്മളിപ്പം അങ്ങനെ പെട്ടെന്ന് എടുത്തു പറയേണ്ട ഒരു ചർച്ചയൊന്നും വന്നിട്ടില്ല. ഏതായാലും പല ആളുകളും BJP-യിലേക്ക് വരും. എന്തായാലും BJP കേരളം ഭരിക്കും എന്ന് ഉറക്കെ പറയാൻ നേതാക്കൾ പ്രാപ്തരായിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ചിരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല എന്ന് പറയാൻ നേതാക്കൾ തയ്യാറാകുന്നത് അവരുടെ കരുത്ത് വർദ്ധിക്കുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. 20% വോട്ട്, അതും BJP-ക്ക് തനിച്ച് കേരളത്തിൽ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ നേതാക്കളെ പ്രാപ്തരാക്കുന്നത്, അവർക്ക് ശക്തി പകരുന്നത്. എന്തായാലും കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് KK വിനോദ് കുമാർ വ്യക്തമാക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു ചൂണ്ടുപലകയാകും എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഏത് രീതിയിൽ ആ പാർട്ടിക്ക് ഗുണകരമാകും എന്ന് നമുക്ക് അറിയാൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ നേടുന്ന വോട്ട്, അതിൻ്റെ ശതമാനം, ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വോട്ട് വിഹിതം BJP നേടുമ്പോഴും നിയമസഭാ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആ വോട്ട് ശതമാനം നിലനിർത്താൻ അവർക്ക് മുമ്പ് കഴിഞ്ഞിരുന്നില്ല. ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് 50-ൽ നിന്നും 200-ലേക്ക് കണ്ണൂർ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കും. അതായത് 3 ഇരട്ടി വർധന അവർ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ സ്വാഭാവികമായും KK വിനോദ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് പോലെ കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമാകില്ല. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ KK വിനോദ് കുമാറിന്, തുടർന്ന് അദ്ദേഹം നോർത്ത് ജില്ലയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് 1 മാസമേ ആയിട്ടുള്ളൂ. പ്രവർത്തകരുമായി ഇപ്പോഴും സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓടിച്ചാടി നടന്ന പാർട്ടി പ്രവർത്തനം നടത്തി വരികയാണ്. എല്ലാവരുമായും അടുത്ത സൗഹൃദം പുലർത്തുന്ന നേതാവ് കൂടിയാണ് KK വിനോദ് കുമാർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.